അജിത ജയമ പാമ്പ് അടിക്കൊണ്ട് ഈ കയ്യങ്ങളെ മാറ്റി വെക്കാം. ഒരു പേടിയില്ല, ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്ന് ജനിച്ചു പോയല്ലോ ഈശ്വര. എന്റെ അച്ഛാ, ഈ പഴം ജ്യൂസ് റേഡിയോ മാറ്റി വെച്ചിട്ട് ഒരു ടി വി മേടിച്ച് വെക്കാൻ പറ്റില്ല വീട്ടിൽ. റേഡിയോ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് തന്നെ നിന്റെ ഗതി ഇതാ. നമ്പൂതിരിയുടെ യാതൊരു ലക്ഷണമില്ല. അപ്പൊ പിന്നെ ടി വി മേടിച്ചു വെച്ചാൽ എന്തായിരിക്കും ഉണ്ണിയെ നിന്റെ ഗതി? ഞാൻ നമ്പൂരിയൊന്നുമില്ല, പിന്നെ ഭ്രമമല്ല നിനക്ക്, ചിത്തഭ്രമം. അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി ശീലമുള്ളതാണെന്ന് അറിയാലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാം. അപ്പൊ എഴുതിയെടുത്തോളൂ. ഹെഡിങ് കല്യാണം മഹാമഹം. കല്യാണം ഹമാം 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 ഹമാമല്ല മഹാമഹം. ഓ, കല്യാണം മഹാം മഹാം. അത് തന്നെ. ഭക്തജനങ്ങളെയോ? ബന്ധുമിത്രാദികളെ മകരാണ്. ഭക്തജനങ്ങളെ 2 ദിന കാര്യപരിപാടികൾ. 2 ദിവസം ഉണ്ടല്ലോ, തലേന്നും പിറ്റേന്നും. അപ്പൊ അതിൽ ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ. ധനുരാശി വിറകീറുന്നതിനെ രാശി നോക്കുന്നേ? എല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. അച്ഛന്റെ ഒരു കാര്യം. അതിനുശേഷം കലം കുട്ടളം വരവ്. കലം കുട്ടളമൊക്കെ ടാക്സി ഹൗസ് എടുത്തോണ്ട് വരണ്ടേ? റൂട്ടിലെടുത്തപ്പോ കലം കുട്ടളം വരവ്. അതിനുശേഷം മുഖ്യ തന്ത്രിയെ ആനയിക്കൽ. മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസാമ്പൂരി ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകക്കാരൻ, ആനയിച്ചു കൊണ്ടുവരണ്ടേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട്. അതിനുശേഷം അയാളുടെ വേളാങ്കം കഴിഞ്ഞാല് ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡിങ്. തിരുമേനിമാര് വന്നിട്ട് തീറ്റ തിന്നല്ലോ. ഉച്ചതിന് ശേഷം വിശ്രമം കഴിഞ്ഞ് സന്ധ്യക്കാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത്. സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ. അപ്പൊ എഴുതുക അത്താഴ പൂജ. അത്താഴം കടിക്കണ്ടേ? അത്താഴ സദ്യ. അതാണ് അത്താഴ പൂജ. അതിനുശേഷം 9 മണിയോടുകൂടി മദ്യസേവ. നിന്റെ കുറെ വഷളന്മാരായ കൂട്ടുകാർ വരും. അവർക്ക് ഓരോ അണീബി ഒപ്പിയാറൊക്കെ മേടിച്ച് മദ്യസേവ, നല്ല മദ്യസേവയായിട്ട് അവരടിച്ചു പൊളിക്കട്ടെ. അതിനുശേഷം 10 മണിക്ക് അഷ്ടമംഗല്യ പ്രശ്നം. നിന്റെ കൂട്ടുകാരല്ലേ, അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ? ഈ വെള്ളം അടിച്ച ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പ മാന്താൻ പോയി, അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി, സൈക്കിളിന്റെ കാറ്റടിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമംഗല്യ പ്രശ്നങ്ങള്. അതിനുശേഷമാണ് 10:30 കൂടി ശുദ്ധി കലശം. ഇതുങ്ങളെയൊക്കെ ഒലക്കെടുത്തിട്ട് ഞാൻ ഓടിച്ചു വിടുന്ന ഒരു ബഹളമുണ്ട്. തറവാട്ടി പറഞ്ഞല്ലേ നമ്മള്, എന്റെ കൂട്ടുകാരല്ലോ. അപ്പൊ ഇതുങ്ങളൊക്കെ അങ്ങോട്ട് 4 പാട് ഓടിച്ചു വിടുക. ശുദ്ധി കലശം. ശേഷം കാഴ്ച ശീവേലി. അതെന്തുവാ സാധനം? ഞാനൊരു ടോർച്ച് ആയിട്ട് ഇറങ്ങും. കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത് ബോധം കെട്ട് കിടക്കണ്ടോ നോക്കണ്ടേ? ഇല്ല, എന്റെ കൂട്ടുകാരെ ടൈപ്പ് ഒന്നുമില്ല. അല്ല, പറയാൻ പറ്റില്ല. നീയേ ടൈപ്പാ, പിന്നെ കൂട്ടുകാർ പറയണ്ടല്ലോ. അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ 1-ാം ദിവസത്തെ പരിപാടികൾ സമാപ്തം. തീർന്നു. 2-ാം ദിവസം കല്യാണ ദിവസം രാവിലെ 5:30 പള്ളി ഉണർത്തൽ. അത് ഇവിടുത്തെ അതിന്റെ കാര്യമില്ലല്ലോ. നീ ചെറുതടിക്കില്ലേ? അപ്പൊ നീ ബോധം കെട്ട് കിടക്കില്ലേ? രാവിലെ വെള്ളം കോരി എണീപ്പിക്കണ്ടേ? എണീപ്പിക്കണേനാണ് പള്ളി ഉണർത്തൽ. ഉണർത്തുന്നില്ല ഞാൻ. അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാട്. താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടയറിലോ. അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട്. അതിനുശേഷമാണ് താലികെട്ട് സപ്താഹം. താലികെട്ട് സപ്താഹത്തിന് ശേഷം ഗംഭീര കാവടി വരവ്. ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു. എന്റെ അമ്മാവനാങ്ങളെ സാധനങ്ങൾ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിനക്കല്ലേ. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനാണ് കാഴ്ച വരവ്. അപ്പോ അതിനുശേഷം താഴെ NB എന്ന് എഴുതുക. നമ്പൂതിരിക്ക് പറയാനുള്ളത്. വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്റെ അച്ഛൻ എഴുതേണ്ട കാര്യമില്ല. ആൾക്കാർ വല്ല ക്ലോക്കോ വിളക്കോ തരട്ടെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. 50 രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല. അങ്ങനെയൊക്കെ എഴുതുന്ന നാണക്കേടാണ്. അച്ഛനൊരു 50 രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ മടിക്കാതെ അങ്ങോട്ട് എഴുതുക. രാത്രി 10 മണിക്ക് ശേഷം. ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത്. അതെ, ഇപ്പൊ രാത്രി 10 മണിയായില്ലേ? ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. നീ 10 മണിക്ക് ശേഷം എന്താ ഉണ്ണി കാട്ടാൻ പോണേ? വമ്പിച്ച കാര്യം പറയാം. ഇവനെ ഇവിടെ പോയി കിടക്കുവാണോ? ദൈവമേ, നമുക്കൊരു സന്തതിയുണ്ട്. അവൻ്റെ ക്രിക്കറ്റ് കളി മാറട്ടെന്ന് വിചാരിച്ച് അവനെ പിടിച്ച് ഞാൻ പെണ്ണ് കെട്ടിച്ച്. അവൻ രാവിലെ താലിയിട്ട് കഴിഞ്ഞ് ഇറങ്ങിപ്പോയാ. ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി. ദൈവമേ, എടാ പൗലോസേ, എന്നതാണ് ക്യാച്ചോ? ഹലോ മൈ ഡിയർ കോച്ച്. കോച്ചല്ല, നിന്റെ അച്ഛനല്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് കാണാൻ മേല. മനസ്സിലായോ? എടാ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ രാവിലെ പാടി ഗ്ലൗസ് ഒക്കെ ഇട്ട് നെറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വരികയല്ലേ. നേരെ ചവനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും വെച്ച് കെട്ടിക്കൊണ്ട് എവിടെ ഒറ്റ ഏറ് നെറ്റ് അങ്ങ് പൊട്ടിക്കും കേട്ടോ. എടാ, ആ പെണ്ണ് അവിടെ ഒറ്റ നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്ന് ഏത് ടീമായിട്ടാണ് എന്റെ മാച്ച്? മാച്ചല്ലെന്ന്. ഇവിടെ ഇന്ന് നിന്റെ ആദ്യ രാത്രിയാ. ഓഹോ, മനസ്സിലായില്ലേ? ഫസ്റ്റ് നൈറ്റ്. ആ പെണ്ണ് അവിടെ ഇരിക്കും. ഇവിടെ ആരെങ്കിലും മിണ്ടാതെ പറയാൻ വല്ലതും ഉണ്ടോ? നീ അവിടെ പോയി, നീ അങ്ങോട്ട് വേഗം ചെന്നേ അങ്ങോട്ട്. ഓഹോ, അവിടെ ചുമ്മാ ഇരിക്കുകയാണ്.
എങ്കിൽ ഞാനൊരു 6 അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഒറ്റ ഏറിയത് കേട്ടോ. ഒരു ഉണക്ക മാറ്റുവിട്ട് അവൻ കയറി ചെല്ലുക. അങ്ങോട്ട് ചെല്ലു. ഡക്കാകാതിരുന്നാ കൊള്ളാം നിനക്ക് കേട്ടോ. ഈ ഈച്ചകളെ കൊണ്ട് തോറ്റു. അതെ, അച്ഛനെന്നെ പഠിപ്പിക്കുന്നു പണ്ടോ. എനിക്കറിയാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ. ഓ, ഗ്രൗണ്ടിൽ കാത്തിരുന്ന് മുഷിഞ്ഞല്ലേ? ഗ്രൗണ്ടോ? അല്ല, ബെഡ്റൂമിൽ. മുഷിഞ്ഞു. എത്ര നേരെ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ ചേട്ടാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അല്ലേ? അങ്ങനെ പറയരുത്. നമ്മുടെ 1 ഡേ മാച്ച് അല്ലേ? ആട്ടെ, നമുക്ക് മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ടോസ് ചെയ്യാം അല്ലേ? ടോസോ? അല്ല, സാധാരണ ക്രിക്കറ്റ് കളിക്കാർ മാച്ച് തുടങ്ങുന്നപ്പോൾ ടോസ് ചെയ്തിട്ടേ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. ആട്ടെ, നീ എന്ത് ഈ വർഷത്തിൽ? അയ്യോ, ഇതെന്റെ കല്യാണ സാരി അല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? ഇതൊന്നും ശരിയാവില്ല. ഇതൊക്കെ മാറ്റണം. മാറ്റാനോ? ഇതൊക്കെ മാറ്റി പാടും ഗ്ലൗസും ഇട്ടോണ്ട് വരാൻ പറയുമായിരുന്നു. പാടും ഗ്ലൗസ് ഉണ്ടെന്ന് എന്ത് പാടാ എന്റെ കർത്താവേ. അല്ലാണ്ട് നിക്ക്, അതാരാ ജനൽ വഴി എത്തി നോക്കുന്നത്? കീപ്പറാണോ? അയ്യോ, അത് ചേട്ടന്റെ ഞാൻ പീറ്ററാ. എടാവേ, നീ കീപ്പ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലേ ആ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടോ കേട്ടോ. ആ ഹെൽമെറ്റും കൂടി എടുത്തു. അല്ലെ ബോളങ്ങാളം വന്നിന്റെ മോന്തൊക്കെ കൊണ്ടുണ്ടല്ലോ, പല്ല് പോലും കാണത്തില്ല. കീപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, ഇവിടെ വന്നൊന്ന് ഇരുന്നേ നീ. അയ്യോ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതെന്നാ? എനിക്ക് റണ്ണറായിട്ട് ഓടാനുള്ളല്ലേ. ഓ ചേട്ടാ, ഇവിടെ വന്നൊന്ന് ഇരിക്കാനേ എന്ത് സ്മൂത്താന്നറിയോ ഈ ബെഡ്. ഈ പിച്ച് ശരിയല്ല. ഈ പിച്ച് ശരിയല്ല. എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ക്രീസിൽ നിന്ന് പുറത്തിറങ്ങരുത്. ബാക്കി സ്റ്റംപിങ് നടക്കും. അങ്ങോട്ട് കയറിക്കൂ. എന്ത് ചോദിച്ചാലും ക്രിക്കറ്റ് തന്നെ, ക്രിക്കറ്റ് തന്നെ. ചേട്ടാ, ഈ പാലൊന്ന് കുടിച്ചേ. പാലോ? കൊക്കക്കോള ഇല്ല ഇവിടെ? കൊക്കക്കോളയോ? അല്ല, ക്രിക്കറ്റ് കളിക്കാർ സാധാരണ കൊക്കക്കോളയാണല്ലോ കുടിക്കാറുള്ളത്. ഓ, ഇവിടെ കൊക്കക്കോളയും പെപ്സി ഒന്നും ഇല്ല. ചേട്ടന് പറ്റുമെങ്കിൽ പാലൊന്ന് കുടിച്ചേ. പാലൊക്കെ കുടിക്കാം, പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ. ഇപ്പൊ കുടിക്കാം. ഇതെന്ത് കപ്പാ? ഷാർജ കപ്പ്? അല്ല, ഈ ഷാർജ ടൂർണമെന്റ് എന്ന് കേട്ടിട്ടില്ല, അതാണ്. ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഇതെന്താ ഇവിടെ ടെന്നീസ് ബോളിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത്? സ്റ്റിച്ച് ബോൾ? ഓ, ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും അല്ല. ഇത് ലഡുവാ. ഓ, ലഡു വരുന്നു. അല്ല, വേണ്ട. അതെ, എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആരെയും ഒന്ന് പരിചയപ്പെടാനേ പറ്റിയില്ല. ഇവിടെ ആരൊക്കെ ഉണ്ട് ചേട്ടാ? എന്റെ ടീമിൽ മൊത്തം 10 പേരേ ഉള്ളൂ. ടീമിലോ? അല്ല, പിന്നെ വീട്ടിൽ മൊത്തം 10 പേര്. ആരൊക്കെയാ? അച്ഛൻ ക്യാപ്റ്റൻ, ചേട്ടൻ കീപ്പർ, പിന്നെ 5 ബാറ്റ്സ്മാൻമാര്, 3 ബൗളേഴ്സ്. ബൗളേഴ്സോ? എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ. അവരിച്ചിരി ഫാൾട്ട് ആയിരുന്നു, അവരെ ടീമിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കിന്നോ? ടീമിൽ നിന്നോ? അല്ല, പിന്നെ കെട്ടിച്ചു വിട്ടു. അത് ശരി. അപ്പൊ അമ്മയില്ല ചേട്ടാ? അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ തന്നെ ഡെക്കായി പോയി. പിന്നെ അച്ഛൻ ഓരോ സിംഗിളുകൾ എടുത്താണ് ഞങ്ങൾ വളർത്തിയത്. അപ്പൊ അപ്പൂപ്പനോ? അതവിടെ LBW ആയിട്ട് കൈയും കാര്യം ഒടിഞ്ഞു കിടക്കും. ചേട്ടാ, പിന്നെ ചേട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ്, മനസ്സിലായോ? അട്ടെ, നീ എത്ര വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോഴേക്കും നീ ഓൾ ഔട്ട് ആയില്ലേ? അത് എത്ര റൺസ് കിട്ടി? റൺസോ? അല്ല, എത്ര മാർക്ക് കിട്ടിയെന്ന്. 99 മാർക്ക് കിട്ടിയുള്ളൂ. ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ സെഞ്ചുറി അടിച്ചാലേ കൊച്ചു കള്ളി. അല്ല, അതൊക്കെ പോട്ടെ. നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെയാണോ ഇഷ്ടം, അതോ സൗരവ് ഗാംഗുലിയാണോ ഇഷ്ടം? എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല, സൗരവ് ഗാംഗുലിനെ ഇഷ്ടമല്ല. പിന്നെ ആരെ ഇഷ്ടം? എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനെ ഇഷ്ടം. കൊച്ചിന്റെ അച്ഛൻ? ഏത് കൊച്ചിന്റെ അച്ഛൻ? എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന്റെ അച്ഛൻ. അത് ശരി. അപ്പോ നീ പണ്ടേക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടവളാണല്ലേ? അച്ഛോ, ഇവിടെ വന്നേ. ഇതിന് തീരുമാനം ഉണ്ടാക്കിയാലും ഞാൻ ഈ മാച്ച് എടുത്തിട്ടില്ല. രാവിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഒരു മാച്ച് നടന്നില്ല. അതിനു മുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. മോളിഞ്ഞു വന്നേ. മോള് പേടിക്കൊന്നും വേണ്ട. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. Nothing official about it. ഒരു ചെമ്മപാതയിലൂടെ നടന്നു വരുന്ന രാഗിനി അമ്മൂമ്മ, മുത്തും വിക്രമൻ, മായാവിയും. എന്റെ ദൈവം, ഈ മാലയുടെ കാര്യമൊന്നും തോറ്റി. എന്തായാലും മായാവി, വിക്രമൻ, മുത്ത് ശരിക്കും തലവേദന കഥ എഴുതി. അടിക്കണമെന്നോ?
നമസ്കാരം ഉണ്ടെന്ന്. നമസ്കാരം ഇങ്ങനെ പറഞ്ഞ നമസ്കാരം ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല രാവിലെ. സാറല്ലേ സുപ്രസിദ്ധ തിരക്കഥാകൃത്തും സംവിധായകനുമെല്ലാമായ സതീഷ് അന്തിക്കാട്? ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന 2 മിമിക്രിക്കാര്. സാറപ്പോ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ, ഞങ്ങളെ വെച്ച് പിടിച്ചാൽ സാറിന് ഇതൊരു ബ്രേക്ക് ആകും. ബ്രേക്ക് ആകും, ഒരു ഷടൻ ബ്രേക്ക് ആയിരുന്നു. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുള്ള ഈ പടം ഒന്നും ചെയ്യാൻ അതിന് മുമ്പ് നിങ്ങൾ ചാൻസ് വെച്ചിട്ടുണ്ടോ? അല്ല, ഐശ്വര്യമുള്ളവർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ഞങ്ങൾ 2 പേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഒരു ആൾക്കാരാ. ഞങ്ങൾ സാർ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒന്ന് കാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാലും ഞങ്ങൾ വരും. ഇപ്പൊ കുറെ സിനിമാടന്മാരുടെ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് എടുക്കും. ഇപ്പൊ സാറ് ലാലുവലച്ചനെ വെച്ച് പടം പിടിച്ചാൽ ലാലുവലച്ചന്റെ ഡബ്ബിങ് ഇവൻ ചെയ്യും. പേഴ്സുണ്ടോ സാറിന്റെ കയ്യില്? അല്ല, ചെയ്തു. പേഴ്സണലായിട്ട് ചോദിക്കുക, നീ മേടയിലിട്ടിച്ചെന്റെ മകളാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇല്ലെങ്കിൽ വേണ്ട, ഈ കണ്ട സ്വത്തും സാമ്രാജ്യമൊക്കെ മോഹിച്ച് തന്നെയാ ഞാൻ വന്നത്. അത് കിട്ടാതെ ഞാൻ പോവുകയല്ല. നീ ചാൻസ് മോഹിച്ചല്ലേ വന്നു, സ്വത്ത് സാമ്രാജ്യം എന്നൊക്കെ ചുമ്മാ തിരിച്ചു പറയുന്നത്. അവന്റെ സാറ് ഓക്കെ സാറേ, എന്റെ കാര്യം എങ്ങനെയെങ്കിലും. സാറിന് പേടിയുണ്ടോ? ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ TV-ല്? അതിന്റെ സത്തം കേൾപ്പിച്ചു തരാം. ക്രൈം ഫയൽ കേട്ടോണേ. സമയം രാത്രി കൃത്യം 12 മണി. രാത്രിയുടെ 2-ാം യാമത്തിൽ സോമന് ഉറക്കം വന്നില്ല. ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ്. സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ ക്രൈം ഫയൽ നാളെ രാത്രി 10:30. ഞങ്ങളുടെ എന്റെ കാര്യം ഓക്കെ അല്ലേ? പേടിച്ചില്ലല്ലോ. പിന്നെ ഇനി ചോദിച്ചു സാറിന് എന്നാ രണ്ട് ഇവന്റെ അടുത്ത വെറൈറ്റി സാറിന് കേൾക്കണോ? വെറൈറ്റി ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ മേലാത്തോണ്ട് സാർ വന്നത്. സാർ ഇപ്പൊ കമലഹാസനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലഹാസന് എത്ര രൂപ കൊടുക്കണം? 2 ലക്ഷം രൂപ വേണമല്ലോ. അഭിനയിച്ച് കഴിയുമ്പോൾ 1 ലക്ഷം, ഡബ് ചെയ്ത് കഴിയുമ്പോൾ 1 ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ വേറൊരു പണിയുണ്ട്. സാർ കമലഹാസനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് 1 ലക്ഷം കൊടുത്ത് വിടുക, ബാക്കി 1 ലക്ഷം കയ്യിലിരിക്കാണല്ലോ. ഇവനെ വിളിച്ച് ഡബ് ചെയ്തിട്ട് ആ 1 ലക്ഷം ഇവന് കൊടുത്താൽ മതി. അപ്പോഴും സാറിന് 1 ലക്ഷം രൂപ ലാഭമല്ലേ? சின்ன வயசுலிருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்று தான் சொல்லுவிதம். நானும் அப்படித்தான் இருந்தனும். ஆனா கொஞ்ச நாளா ஏதோ ஒரு பயம்தான் டாக்டர். காடு பயம் எனக்கு, வீடு பயம் எனக்கு, கூடு பயம் எனக்கு, குளம் பயம் எனக்கு, ஞண்டு பயம் எனக்கு, செண்டு பயம் எனக்கு, செண்டுக்குள்ள இருக்க வண்டும் பயம் எனக்கு. எல்லாம் சிவமயம் என்று சொல்லும் போது என்ன பொறுத்த வரைக்கும் எல்லாமே ഭയമയംதான். എനിക്ക് ഭയങ്കര ഭയമാണ്. പക്ഷേ സാറോർക്കൽ ഈ ഭയമുള്ളവരെയും വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാ കാര്യം എന്നറിയോ, ഇവൻ മിമിക്രി കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തോണ്ട് വന്നവനാ. ഇങ്ങനെ വൃത്തിയോട് കാണിച്ചാണ് ആരോട് വന്നത്? മാന്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോരാ, അതിന് വല്ല പിള്ളേരെ ഡിപ്ലോമ എടുത്തിട്ട് വരേണ്ട കാര്യമുണ്ടോ? പിന്നെ പേനയോ പെൻസിലോ പുസ്തകമൊക്കെയാണ് സാധാരണ പിള്ളേർ അങ്ങനെ എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ എന്നെ അടുത്ത് കൊടുക്കും. അവിടുന്ന് ഡിപ്ലോമ കൊടുക്കാൻ അവിടെ വേണ്ടേ? അത് അങ്ങോട്ട് സാധനം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുള്ളൂ. അപ്പോൾ ഒരു സമയം പോലീസിൽ പിടിച്ചോളൂ. അതല്ല പറഞ്ഞത്, ഇവൻ അങ്ങനെ അന്യന്റെ സാധനം എടുക്കുന്നവനൊന്നും അല്ല. ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാ. മറ്റേ സാധനം അന്യന്റെ സാർ അന്യൻ പടം കണ്ടോ? എനിക്കൊരു പ്രൊഡ്യൂസറെ പിടിച്ചിട്ട് ഈ പടം ഇറക്കി എന്റെ പടം കാണാൻ വേണ്ടിയിരിക്കുക. സാറേ അതല്ല, വിക്രം അഭിനയിച്ച അന്യൻ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങി. സിനിമയെ പറ്റി വല്ല അറിയാമെങ്കിലല്ലേ നീ അന്യന്റെ സത്തം കേൾപ്പിച്ചു കൊടുക്കും. എന്നാ ஆம்பி வெறும் பூச்சி அப்பிராணி கையாளாத கேஸ். எங்க தப்பு நடந்தாலும் கம்ப்ளைண்ட் கொடுத்துக்கிட்டு கேஸ் போட்டுக்கிட்டு அழுதுகிட்டு இருப்பானுங்க. அவனால எந்த அந்நியத்தையுமே நிறுத்த முடியாது. ஆனால் நான் நிறுத்துறேன். தர்மான் பரித்யக்த மாமேகம் சர்வம் பிரஜா மிருத்யோன்மாயே மாப்யசம் மோக்ஷேஸ்யாமி மாக்ஷேசா. സൂപ്പറാണല്ലോ. അപ്പൊ ഡേറ്റും സമയം പേയ്മെന്റ് നമ്മൾ വന്ന് അഭിനയിച്ചു കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങളിപ്പോ നന്നായിട്ട് മിമിക്രി ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടോ?
ഞങ്ങളുടെ ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും കൊണ്ടല്ലേ ഇഷ്ടം പോലെ പരിപാടി ഉണ്ട്. ജീവിക്കാനുള്ള കാശൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ജീവിക്കാൻ കുഴപ്പമില്ല, നമുക്ക് ജീവിച്ചു പോവാം. ഈ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നുണ്ട് 300 രൂപ കിട്ടുമായിരിക്കും. 300 10 വർഷം മുമ്പ് സാർ. ഇപ്പൊ ഞങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആവും, നല്ല പേയ്മെന്റ് ഉണ്ട്. എങ്ങനെ പോയാലും 500 രൂപ കിട്ടും. 500 അല്ല 750 രൂപ കിട്ടും ഒരു സ്റ്റേജിൽ. ഇവന് 750, എനിക്ക് 700. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ഷോയ്ക്ക് 1500 രൂപ ഞങ്ങൾ മേടിക്കുന്നത്. എത്ര കിട്ടും? 1500 രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും. രണ്ടുപേർക്കൂടെ 1500 രൂപ. ഉവ്വ. മാസത്തിൽ 3-4 പരിപാടിയൊക്കെ കാണുമായിരിക്കും. മോനില്ല. അപ്പൊ ബാക്കി 10-18 ആര് കളിക്കും സാറേ? ഞങ്ങൾക്ക് ഒഴിവില്ല. 25 പരിപാടി ഒരു മാസം. ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസം അറിയോ? 25 പരിപാടി ഉണ്ട് സാറേ. 25 പരിപാടി ഉണ്ട് ഒരു മാസം? ഉണ്ട്, ഈശ്വരനാണ് അത്. ഉണ്ട്. 25 പരിപാടി. 25 പരിപാടി 25 × 1500 10-32,000 രൂപ കൃത്യമായിട്ട് കിട്ടും. സത്യമായിട്ടും 32,000 രൂപ ഒരു മാസം കിട്ടും. സത്യമായിട്ടും കിട്ടും. ഈ കഥ എഴുത്ത് നിർത്തി മക്കളെ, എന്നെ കൂടെ മിമിക്രിക്ക് കൊണ്ടുപോകണം. നമ്മുടെ പാമ്പ് വേലാതിന്റെ വീട് തന്നെയല്ലേ ഏട്ടാ? അതെ അതെ അതെ. അല്ല, നമ്മൾ അയാളെ കാണാനല്ലേ വന്നത്? അതെ. ഇത് ഉറപ്പന്നെ ഇത് വീട് അതാന്ന്? പാമ്പ് വേലാതിന്റെ വീട് തന്നെ. ഒരു നീർക്കൂലി അങ്ങോട്ട് ഓടി പോകുന്നുണ്ടോ? കണ്ടു നേണ്ട പോണ്. അതെ അതെ അതെ. ഓക്കെ ഞാനൊന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കട്ടെ. ഓക്കെ, ഒന്ന് അടിച്ചു നോക്കാം. കോളിംഗ് ബെൽ അടിച്ചപ്പോ മകടെ വന്ന സൗണ്ട്. അപ്പൊ ഉറപ്പാണ്. ദേ വരുന്നു കേട്ടോ. സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലല്ലോ. അങ്ങോട്ട് വന്നിട്ട് പറയാം. മാളത്തിലോട്ട് കുത്തിയിരുന്നോ? കുത്തിയിരിക്കാനോ? അത് ശരി. അപ്പൊ ചേട്ടാ ഞങ്ങൾ അങ്ങ് ദൂരദർശനിൽ വരികയാണ്. അതെന്ത് സാധനം ചേട്ടാ? ദൂരദർശൻ. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. അതെ. ഇന്റർവ്യൂ ചെയ്യുന്ന കൊള്ളാം. ബാമിനെല്ലാം ചെയ്താണ്ടല്ലോ സ്വഭാവം മാറും. അയ്യോ, എന്റെ മുന്നേറ്റ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ്. ചേട്ടന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അലഞ്ഞു നടന്ന മനുഷ്യനല്ലേ. അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സിനിമ. അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ മേക്കപ്പ് തീർച്ചയായിട്ടും വേണം. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ടാണ്. സിനിമയിലൊക്കെ വരുന്നതല്ലേ. പിന്നെ വേണം. പെട്ടെന്ന് ഇത് പറവറ് കുട്ടിക്കൂറ പറവറ്. മനസ്സിലായി. ശരി, ഇട്ടോ കറുകറായിരുന്നല്ലേ ഇരിക്കുന്നത്. പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ. സിനിമയിലൊക്കെ വരും. ഈ മാമന്മാരെ കൂടെ അഭിനയിക്കാം. ക്യാമറ ഇരിക്കുന്നുണ്ടാ? ക്യാമറയിലോട്ട് നോക്കല്ലേ, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും. ചേട്ടനല്ലേ പൗഡർ ഇടല്ലേ? ഈ പാമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ? എടാ, ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്നത്. മനസ്സിലായി? മോനെ ഇനി വന്നേ. അവിടെ പോയി ആ നീർക്കോലിയുടെ കൂടെ പോയി ഇന്ന് കളിച്ചോ കേട്ടാ. അയൽവക്കത്തൊന്നും പോവല്ലേ, പറഞ്ഞ മനസ്സിലായ? അവിടെ പോയി ഇന്ന് കളിച്ചോ. അപ്പൊ ചേട്ടനോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോയി. അപ്പൊ ചേട്ടന്റെ യഥാർത്ഥ പേരെന്താണ്? എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ്. പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ചേട്ടന് കല്യാണമൊക്കെ കഴിച്ചാണ്? പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചു. അപ്പൊ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ്. പിന്നെ എന്റെ കൂടെ കൂടിയതിനു ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ്. ഏയ് 2-3 പ്രാവശ്യം ചീറ്റും. അപ്പൊ ചേട്ടാ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതന്നെ അവിടെ മൈൻഡ് ചെയ്ത പ്രശ്നമാണെന്ന്. അവള് പെരുമ്പാമ്പാണ്, കഴുത്തിലൊക്കെ കയറി ചുറ്റി കൊന്നുകളയും. അതുകൊണ്ടാണ്. അപ്പൊ ചേട്ടാ കല്യാണമൊക്കെ കഴിച്ചാന്ന് പറഞ്ഞല്ലോ. ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട്? പിന്നെ 3 മക്കളുണ്ട്. 3 പേര്? രണ്ട് ആണും ഒരു പെണ്ണും. 2 ആണും 1 പെണ്ണും. ഓക്കെ. ഈ ആൺമക്കൾ എന്ന് പറയുമ്പോഴത്തേന് അവർ ചേട്ടനെ ഈ പാമ്പിന്റെ പരിപാടിയിലൊക്കെ സഹായിച്ച് ഇവിടെയൊക്കെ തന്നെ കാണുമല്ലേ? പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട്. മൂത്തവന് നല്ല ജോലിയാണ്. എന്ത് ജോലിയാണ് ചേട്ടാ? അവൻ ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് 100 പാലും കൊടുപ്പാണ് അവന്റെ ജോലി. പാമ്പിന് പാലും കൊടുക്കും, 100 അവനും എടുത്തടിക്കുമെന്നാണ് പറയുന്നത്. ചെലവൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേട്ടാ രണ്ടാമത്തെ മകൻ എന്ത് ജോലിയാന്ന് പറഞ്ഞില്ല? രണ്ടാമത്തെ മകനാ. അവന് ഇതിന്റെ പുറകെ കിടക്കേണ്ട യാതൊരു കാര്യമില്ല. അവൻ ഭയങ്കര ബിസിനസ്സാണ്. എക്സ്പോർട്ടിംഗ് ഒക്കെയാണ്. അല്ല, എന്ത് ബിസിനസ് ആണെന്ന് പറഞ്ഞില്ല. എന്ത് ബിസിനസ് എന്ന് ചോദിച്ചാൽ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ പോയായിരുന്നു. ഈ പറശ്ശിനി കടവില് ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ, അതിന്റെ ഈ ഉണങ്ങിയ തൊലിയൊക്കെ പുറകെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും. പിന്നെ അവനെ കണ്ടു കിട്ടാൻ പാടാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തെന്നറിഞ്ഞാലേ അവൻ വരൂ. അപ്പൊ അവനും പാമ്പിന്റെ ഒക്കെ തന്നെ പരിപാടി തന്നെയാണ്. ചേട്ടന്റെ മോളെന്ത് ചെയ്യുന്നു? അവൾ എങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല. ഭയങ്കര മിടിക്കുക അവള്. എന്താണ്? അവൾക്ക് കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം. അതെ, അവള് ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം. എന്ത് കളിയിലാണ് കൂടുതൽ താല്പര്യം? ഏണിയും പാമ്പും. പിന്നെ അതിനകത്ത് കളിച്ചോണ്ടിരിക്കുകയല്ലേ, ശല്യപ്പെടുത്തിയാൽ ഇറങ്ങി ഒന്ന് കൊത്തിക്കൊല്ലി. അത് ശരി. എന്റെ കുഞ്ഞേട്ടാ, ചേട്ടൻ ഈ പാമ്പായിട്ട് ഇവിടേക്ക് ചുറ്റുകളും നടക്കാതെ വേറെ പല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചു പോലെ. നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാൻ ഈ പാമ്പായിട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമെന്നാണ് നിങ്ങളെ വിചാരം? ഞാൻ 24 മണിക്കൂറും വിദേശത്തല്ലേ. ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാ. എഴുതിക്കോ:
നാഗാലാൻഡ്, നാഗർകോവിൽ, നാഗപട്ടണം, നാഗമഠം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തി. ശരി, അത് നാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ചേട്ടൻ പോയിട്ടുണ്ടോ? പിന്നെ. ശരി, അപ്പൊ ചേട്ടൻ ഈ സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ? സിനിമ ഇവിടെ സിനിമ കാണാൻ ആർക്കാ സമയം? അല്ല, ചേട്ടൻ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താന്ന് ഞാൻ അറിഞ്ഞാൽ. സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല. പോകത്തില്ല. പിന്നെ ഈ പാമ്പുകളെയൊക്കെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി 100 പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് ടിവിയുടെ മുമ്പ് ചെല്ലും. അതിലുള്ള പരിപാടി സീരിയലാണ് കാണാറുള്ളത്. സീരിയലാണ് കാണാറുള്ളത്. അതുകൊണ്ട് ചേട്ടൻ എന്ത് സീരിയലാ കാണാറ്? ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി, അനാക്കോണ്ട, കിങ് കോബ്ര, മൂർഖൻ, കരിമൂർഖൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ? ഇതൊന്നും സീരിയൽ, ഇതൊക്കെ സിനിമകളാ. അത് ശരി. ഇതേ കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ അപ്പൊ സിനിമയാക്കി. ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം. വേലി കിടന്ന പാമ്പിനെ അടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെയായി സിനിമാക്കാരുടെ കുഴപ്പം. ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിലില്ലല്ലേ? ചേട്ടൻ അങ്ങനെ പറയരുത്. മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട്. എവിടെ? അങ്ങനെ പറയണ്ട. ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറെ പേര് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി. വള്ളിയോ? വേണനാഗവള്ളി. ഓ, വേണനാഗവള്ളി. അപ്പൊ ഇഷ്ടപ്പെട്ട നടൻ? നാഗാർജുനൻ. ഇഷ്ടപ്പെട്ട നടി? നഗ്മ. മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ചേട്ടാ, ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പ് വിഷമുള്ള പാമ്പാണോ അതോ അല്ലാത്തതാണോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് വളരെ നിസ്സാര പരിപാടിയാണ്. നിസ്സാരം. പാമ്പ് കടിയേറ്റ ഒരാളിനെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങളെ ഞാൻ എടുക്കാം. എങ്ങനെയാണെന്ന് പറയും? ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ അങ്ങ് നടത്തും. അതിന്റെ കൂടെ 7-8 മൂലി പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് അരിമോദകം, പച്ചകരിശി, വെള്ളക്കർപ്പൂരം, ജീരകം 4, കാട്ടുജീരകം, കരിഞ്ചീരകം, പെരിഞ്ചീരകം, കറിക്ക് അരയ്ക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് 2 ഗ്നാപ്പ് ഗ്നാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം 1, 2, 3 ഞാൻ 50 വരെ എണ്ണും. എന്നിട്ട് അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും 50 വരെ എണ്ണും. എന്നിട്ടും അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും ഒരു 50 വരെ എണ്ണും. എന്നിട്ടും അവൻ കണ്ണു തുറന്നില്ലെങ്കിൽ അവൻ തുറക്കണ്ടാവേ. അവനോട് ഇവിടെ ആരാ പറഞ്ഞു തുറക്കാൻ? ഇവിടെ അവന്റെ കാലം കഴിഞ്ഞു. അടിച്ചുപോയ കേസാ. അതാണല്ലേ, അപ്പൊ ഉഴപ്പിപ്പോവാണ്. കാര്യം ചോദിക്കട്ടെ, ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നത് അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് ഒരു 3 തരം പാമ്പുകളാണ്. ഒന്ന് വിവരിക്കാം. ഒന്ന് കുറിച്ചോട്ടെ. ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പ്. പാടത്തല്ല, ഫോട്ടോയില് ഫ്ലെക്സിബിലൊക്കെ അടിച്ച് ഭയങ്കര ഫോട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റിലാന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര മൂർഖൻ. ഓ, ആ പാമ്പിനെന്ന് കാണാം. എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല. അനങ്ങിയില്ലല്ലോ പാമ്പ്. അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല. നല്ല മിടുക്ക ഒരു പാമ്പ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത, വിവരം ഇല്ലാത്ത പാമ്പ്. എന്ന് വെച്ചാ ഈ മുട്ടക്കകത്തിരിക്കും ബിരിയാറായി ബോധമില്ലല്ലേ, അതാരെയും ഇതുവരെ കടിച്ചിട്ടില്ല. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ചത്തുപോയ പാമ്പ്. അതാരെയും കടിക്കൂല. അങ്ങനെ ഒരു 3-4 വെറൈറ്റി പാമ്പുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഇനിയുള്ള കാലവും പാമ്പുകളുമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള പരിപാടിയാണല്ലേ? ആരാണ് അത്? അയൽവക്കത്തെ വാസുവാണോടാ? ഈ ബാസു എന്ന് പറഞ്ഞ ആരാ? ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ? ഇത് കുഞ്ഞു മനസ്സാണ്, കാണണമെന്ന്. വാസുവേ, അകത്തേക്ക് വാ മോനെ. കാലി കെട്ടില്ലേ? കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണോ? പാമ്പിനെ വളർത്തുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലാവേണ്ടി ചോദിക്കാം. ഞാനിവിടെ ഇട്ട് വളർത്തുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കെട്ടിയിട്ട് വളർത്തിക്കണോ? ഇങ്ങോട്ട് നോക്കിയാ ഞാൻ പറയട്ടെ ചേട്ടാ, ഞാൻ പാടുന്ന പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കയറി കിടക്കാത്ത എന്റെ ഭാര്യയുടെ കൂടെ ചേട്ടന്റെ പാമ്പ് കയറി കിടക്കുന്നു. അതും പോലായിട്ട് എന്റെ കൊച്ചിന് കൊടുക്കാൻ പറ്റി 1.5 ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ട തിന്നു പോയി. നിനക്ക് ആള് തെറ്റിയതാ. എന്റെ പാമ്പ് നിന്റെ പാടത്തേക്കൊന്നും വരത്തില്ല. അതിന് നല്ല വിവരമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാമ്പിനെ എന്ത് കൊടുത്താലും വളർത്തിക്കോളാം. കെട്ടിയിട്ട് വാസു മോനെ, അയ്യോ ഇവൻ എത്ര ക്രൂരനായി മാറിയത്. കാണ്ടാമൃഗമായ ഞാൻ എന്താടേ കേൾക്കുന്നത്? നിനക്കിവിടെ എന്താ ഒരു കുറവ്? സമയം ഹോർലിക്സ്, ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ? നിനക്കിവിടെ എന്താ ഒരു കുറവ്? ദേ അയൽവക്കത്ത് പോയി അടിയും പഴക്കം ഉണ്ടാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ബാ ഒരു കിസ് തരാം. പാമ്പ് കടിച്ചു. എടാ, ഇത് ഒറിജിനൽ പാമ്പാടാ.